أعوذ بالله هذا يعني കണക്ഷൻ വരുള്ളൂ. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على سيدنا محمد وآله وصحبه أجمعين. അള്ളാഹുവിലേക്ക് ക്ഷണിക്കുന്ന അഥവാ ബാന്ന് പറയുന്ന ആൾ, പിന്നെ ദർസ് പറഞ്ഞു കൊടുക്കുന്ന മുസ്താദന്മാരും എല്ലാം ശൈഖന്മാരെല്ലാം പറ്റില്ല. 314 അർരിഫ്ഖു വല്ലീനൂൻ എന്നുവെച്ചാൽ വളരെ മയമായിട്ടും ലഘുവായിട്ടായിരിക്കണം. വമിൻ ആദാബിഹിം ഇസ്തിഅമാലുർ റിഫ്ഖി വല്ലീൻ, ദായികളുടെ മര്യാദയിൽപ്പെട്ടതാണ് റിഫ്ഖ് ലീന്. എന്തുകൊണ്ട്? ഫഇന്ന ദാലിക ദാഇലുൽ ഖബൂൽ, അത് കബൂൽ ചെയ്യലിലേക്ക്, മറ്റേ മറുകക്ഷി കബൂലാക്കണമല്ലോ, അതിലേക്ക് അതാണ് കൂടുതൽ നമുക്ക് ക്ഷണിക്കുക. വഅഹ്സമു ലിമബാദിൽ ഫിത്ന, ഫിത്നയുടെ മാദ്ദകളൊക്കെ മുറിച്ച് മാറ്റാൻ അതാ നല്ലത്. അപ്പം കാളം കട്ടി കുറേ ചീത്ത പറഞ്ഞ്, കുറേ ഗീബത്തും പറഞ്ഞ്, കുറേ മീമത്തും ആക്ഷേപിച്ചാൽ മറ്റോനിക്കുണ്ടാവുകയുള്ളൂ. വാസദ്ദുൽ അബ്വാബിൽ ഖുസൂമത്തി ബശ്ശിഖാഖത, പിണക്കങ്ങളും പിന്നെ പാർട്ടിയാകലും പൊട്ടിത്തെറിക്കലൊക്കെ ഉണ്ടല്ലോ, അതിനെ തൊട്ടല്ല അതിൻ്റെ വാതിൽ അടക്കാനും ഉപയോഗിക്കൽ ഇതാണ്. ഫഖദ് വറദ ഫിൽ ഹദീസ് ഇന്ന റിഫ്ഖ ലാ യകൂനു ഫീ ശൈഇൻ ഇല്ലാ സാനഹു വലാ യുൻസഉ മിൻ ശൈഇൻ ഇല്ലാ ഷാനഹു എന്ന ഹദീസ് അഖ്റജഹു മുസ്ലിം. റിഫ്ഖ് എന്നുള്ള ഈ സാധനം അത് ഏതൊരു വസ്തുവിലുണ്ടോ അതിനത് ഭംഗിയാക്കും, അത് ഭംഗിയുള്ളതാക്കും. എന്തിൽ നിന്ന് അത് എടുത്തെറിയപ്പെട്ടു പോയോ അതിനെ ബടക്കാക്കി. അതാണ് റിഫ്ഖിൻ്റെ മഹത്വം. വറദ അയ്ദൻ ഇന്നല്ലാഹ റഫീഖുൻ യുഹിബ്ബുർ റിഫ്ഖ, അല്ലാഹു തആല റഫീഖാണ്, എന്ന് വെച്ചാൽ റിഫ്ഖ് കാട്ടുന്നവനാണ്. അതുകൊണ്ട് റിഫ്ഖിനെ ഇഷ്ടപ്പെടുകയും ചെയ്യും. അതുകൊണ്ട് അവർ റിഫ്ഖു ഖൈറുൻ കുല്ലുഹു, റിഫ്ഖ് എന്നുള്ളത് മുഴുവനും ഖൈറാണ്. അത് ഏകദേശം ഒരു അർത്ഥത്തിനായി. ഖാല സയ്യിദുൽ ഇമാമു അഹ്മദ് ബിൻ ഹസൻ അൽ അത്താസ് റളിയല്ലാഹു അൻഹു വനഫഅനാ ബിഹി പറയുന്നു, ഖസ്നതാനി യഹ്താജു ഇലൈഹിമ ദാഇ ഇലല്ലാഹി തആല വൽ ഖാദി, അല്ലാഹുവിലേക്ക് ക്ഷണിക്കുന്ന ദാഇയും ഖാദിയും, ഈ രണ്ട് പേർക്ക് ആവശ്യമായ അനിവാര്യമായ രണ്ട് കാര്യമുണ്ട്. അതെന്താ? അല്ലീൻ, ഒന്ന് ലീനാണ്. രണ്ടാമത് സിയാസത്ത് എന്ന് പറഞ്ഞാൽ അത് ജനങ്ങളെ എന്താക്കണം, അത് അസർ വരുത്തിയിട്ട് കഴിഞ്ഞാൽ അതിലേക്ക് ജനങ്ങളെ കൂട്ടലുണ്ടല്ലോ, ഒന്ന് പറഞ്ഞിളക്കി അതുമില്ല ഇതുമില്ല ഉണ്ടാകലല്ല, ഇദ്ദേഹത്തിൻ്റെ അധീനത്തിലേക്ക് കൊണ്ടുവരണം. വൽഇൽസാമു ഇദാ കാന ബിഹാതൈനിൽ ഖസ്ലതൈനി, ഒരു നിയമങ്ങളോ അല്ലെങ്കിൽ മറ്റൊന്നോ ഒരു ഹുക്മ് മറ്റൊരാളിലേക്ക് ചുമത്തുന്നു, അത് ഈ രണ്ട് കൊണ്ടുമായാൽ ലാ യുസ്ഖിലു, മറ്റാൾക്ക് ഭാരമായി തോന്നൂല. ഖാലല്ലാഹു തആല സയ്യിദിന മൂസ അലൈഹിസ്സലാമിനോട് എന്താ പറഞ്ഞത്? ഫഖൂലാ ലഹു ഖൗലൻ ലയ്യിനൻ, ഫിർഔന്റെ അടുക്കിലേക്ക് പോയിട്ട് ലയ്യനായ വാക്കേ രണ്ടാളും പറയാൻ പാടുള്ളൂ എന്ന് പറഞ്ഞു. അതാണല്ലോ ഇൽസാം. അതായത് അള്ളാഹിനെ തൗഹീദാന്ന് മറ്റവർക്ക് ഏൽപ്പിച്ചു കൊടുക്കാൻ പോകുന്നു. ആ ഇൽസാം നടക്കണമെങ്കിൽ ഖൗലുൽ ലയ്യിൻ വേണം. എടാപെടാന്നാക്കിയാൽ മറ്റൊരാളെ ഭരിക്കുന്ന അദ്ദേഹത്തിൻ്റെ അധീനത്തിലേക്ക് കൊണ്ടുവരിക, അല്ലെങ്കിൽ അയാളെ അനുസരിക്കുന്നില്ല പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ലഅല്ലഹു യതദക്കറു ഔ യഖ്ശ, തദക്കുറും ചെയ്യാനും പേടിക്കാനും ആയേക്കാം എന്ന് പറഞ്ഞാൽ ഫിർഔനെ അള്ളാഹിൻ്റെ ഇൽമിൽ പേടിക്കുന്നില്ല, പക്ഷെ ഈ ശൈലിയിൽ ഇത് പ്രതീക്ഷിക്കാന്നേ അർത്ഥം. ഫിർഔനായതുകൊണ്ടാണ് എന്തായത്, അത് അസറില്ലാണ്ട് പോയത്. ഫിർഔനല്ലാത്ത മറ്റൊരാൾക്കാണെങ്കിൽ ഇതിൻ്റെ വളരെ തഫ്സീര് പോലും ലാലിട്ട് പറഞ്ഞില്ല. ഖാല സയ്യിദുൽ ഇമാം മുഹമ്മദ് ബിൻ ഇദ്രീസ് അൽ മഗ്രിബി റളിയല്ലാഹു അൻഹു, അവരെപ്പറ്റി മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ഹുസൈൻ ബക്കരി തങ്ങളെ ഷെയ്ഖ് അഹമ്മദ് ബിൻ ഇദ്രീസ്, അതായത് ഉമർ ഷാദിലി തങ്ങൾ കുപ്പത്ത് നമ്മളെ നാട്ടിലാണ്. ഉമർ ഷാദിലി തങ്ങളെ ഷെയ്ഖിൻ്റെ ഷെയ്ഖാന്നാര് അഹമ്മദ് ബിൻ ഇദ്രീസ്. അത് ആ കാമിൽ സലാത്തിലുണ്ടല്ലോ അഹമ്മദ് ബിൻ ഇദ്രീസ് അൽ ഖൗസ് ലഹീർ, പിന്നെ വൽവാരിസുൽ യസ്റാറിഹിം, അതിൻ്റെ ബാക്കി എന്താന്ന് ഹുസൈൻ അൽ ബക്കരി
കുപ്പത്ത് ഉമറുള്ളാർക്കാന്ന് പറഞ്ഞാൽ നമ്മളെ നാട്ടിൽ ഷാദിരിപ്പള്ളിൻ്റെ ബന്ധമുള്ള ആളല്ലേ, ഓരോ മോനല്ലേ ഷാദിരിപ്പള്ളി എടുത്തത്. ഓരോ ഷെയ്ഖാണ് ആര്, ഹുസൈനുൽ ബക്കരി. ഓരോ ബക്കരി എന്നുള്ള അന്തലുസിലാണ്, സ്പെയിനിലാണ്. അവരുടെ ഷെയ്ഖാണ് അഹമ്മദ് ബിൻ ഇദ്രീസ് സാദുലിയിലെ. അവരാ തെരീക്ക് പ്രകാരമാണ് എന്താക്കുന്നത്, നമ്മളെ ഷാദിരിപ്പള്ളിയിലൊക്കെ പണ്ടേ ഉമറുള്ളാക്ക സ്ഥാപിച്ച് നിൽക്കാറുള്ളത് വളപട്ടണത്ത്. അവരുടെ ചരിത്രം എവിടെയോ കഴിഞ്ഞു പോയിട്ടുണ്ടല്ല. ഇതാ അറത്താൻ തുർഷിദ അഹദൻ, നീ ഒരാളെ ഇർഷാദാക്കാൻ ഉദ്ദേശിച്ചാൽ, ഔ തഅ്മുറുഹു അല്ല വല്ല കാര്യം കൽപ്പിക്കാൻ ഉദ്ദേശിച്ച്, ഔ തൻഹാഹു അല്ലെങ്കിൽ വിരോധിക്കാൻ ഉദ്ദേശിച്ച്, എന്നാൽ നീ എന്ത് ചെയ്യണം, ഫബ്ദ ബി നഫ്സിക, അത് നിൻ്റെ നഫ്സുകൊണ്ട് ആദ്യം തുടങ്ങണം. അത് നിൻ്റെ നഫ്സിന് വേണ്ടതാണെങ്കിൽ ആദ്യം എന്താക്കണം, ഉപദേശം കൊടുക്കണം. വിരോധിച്ചിട്ട് നീ എന്താക്കണം, ആദ്യം ഒന്ന് ശുദ്ധമാകണം. സുമ്മ ബിഅഹ്ലിക, നിൻ്റെ അഹ്ലുകാരെ കൊണ്ട് തുടങ്ങണം. അതുകൊണ്ട് ഫഇന്ന ഉമറ റളിയല്ലാഹു അൻഹു കാന ഇദാ അറാദ അൻ യഅ്മുറ ബിശൈഇൻ ഔ യൻഹാ അൻഹു, ഉമർ ബിൻ ഖത്താബ് തങ്ങൾ എന്തെങ്കിലും കാര്യം ചെയ്യാൻ കൽപ്പിക്കാൻ ഉദ്ദേശിച്ചു അല്ലെങ്കിൽ വിരോധിക്കാൻ ഉദ്ദേശിച്ചാൽ, ലാ യഫ്അലു, അത് ചെയ്യൂല, ഹത്താ യബ്ദഅ ബിഅഹ്ലി ബൈതിഹി, ഓരോ കുടുംബത്തിൽ അത് നടപ്പിലാക്കിയിട്ടില്ലാണ്ട്. എല്ലാം പറയില്ല, നിങ്ങൾ നന്നായി എന്നിട്ടാണ് നമ്മൾ നന്നാക്കാൻ. അത് തീർന്നിട്ടില്ല, അത് നമ്മളെ വിഷയത്തിൽ ടച്ചില്ല. നമുക്ക് ലീനും ഡിഫ്കല്ലേ വേണ്ടത്. സുമ്മ ലിമൻ ബഅൽത വലാ തുനഫിറു ബിത്തബ്കീത്, കണ്ടാ. പിന്നെന്താകണം, ലാന യലീനു അംറ ലീൻ, നീ എന്താകണം, മയമാക്കണം. ആർക്ക്, ലിമൻ ബഅൽത, ആരോടാണോ വാല പറയുന്നത് അദ്ദേഹത്തിന് നീ എന്താക്കണം, മയം ചേരണം. വലാ തുനഫിറു, അവനെ മടുപ്പിക്കരുത്, ബിത്തബ്കീത്, ഓന മുണ്ടാനും മുഴുവൻ ബായി അടക്കാൻ വേണ്ടി ചിന്തിച്ച ഒരാളെ ഇരുത്തിക്കളയലുണ്ടല്ലോ. അയാളെ പഴി പറഞ്ഞിട്ടോ കുറ്റം പറഞ്ഞിട്ടോ ആക്ഷേപിച്ചിട്ടല്ലോ, അങ്ങനെ അയാളെന്താക്കാൻ പാടില്ല, വെറുപ്പിക്കാൻ പാടില്ല. ഫൈന്ന ബഅദൽ ഉലമായി ദഖല അല റഷീദ്, ചിലർ ഹാറൂൻ റഷീദ് ഇടക്കിലേക്ക് പോയി. ഫഖാല ലഹു, എന്നിട്ട് പറഞ്ഞു, എന്നീ ജീത്തുക്ക ലിഅലക, നിങ്ങളോട് ബഅദ് പറയാൻ വേണ്ടി വന്ന ആളാണ് മൊയിലാറാ ഞാൻ. അതുകൊണ്ട് ഫസ്ബിറിൽ കുറച്ച് ക്ഷമിക്കണം, അതുകൊണ്ട് ഞാൻ കുറച്ച് പെരുക്കാഴ്മാച്ച് പറയുമെന്ന്. എന്നാൽ പിന്നെ ബഅദേ വേണ്ടെന്ന്. അതാ എന്നീ ഉരീദു അൻ അഗ്ലുദ അലൈക, ഹാറൂൻ റഷീദിനോടാ പറയുന്നത്, കുറച്ച് കടുപ്പമായിട്ട് പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നത്. ഫഖാല റഷീദ് ലാ തഫ്അൽ, എന്ന ബഅദ് പറയേണ്ടെന്ന്. എന്തുകൊണ്ട്, ഫഇന്നല്ലാഹ തആല ഖദ് അർസല മൻ ഹുവ ഖൈറും മിൻക, നിങ്ങളെക്കാൾ ഖൈറായ ഒരാളെ അല്ലാഹു തആല അയച്ചിട്ടുണ്ട്. ആരെ, മൂസ അലൈഹിസ്സലാമിനെ. ആരിലേക്ക്, ഇലാ മൻ ഹുവ ശർറു മിൻ, എന്നാക്കാണ് ഷർറായ ഫിർഔനിലേക്ക്. ആളോടെന്താ പറഞ്ഞേ, ഫഖാല ഫഖൂല ലഹു ഖൗലൻ ലയ്യിനൻ ലഅല്ലഹു യതദക്കറു ഔ യഖ്ശന. അപ്പോൾ ഫിർഔനെക്കാണ് മോശക്കാരനല്ലല്ലോ ഞാൻ, മൂസാ നബിനെക്കാണ് വലിയ ആളല്ലല്ലോ നിങ്ങൾ. അതുകൊണ്ട് ഫകാന റഷീദ് ആലമ മിന്ന, അപ്പോൾ അറിയാൻ വന്നതിനാക്കാണ് റഷീദിന് ആളാണ്. അതെ. ഇനി വഇദാ ലിൻത ഫിൽ ഖിതാബി, ഖിതാബിൽ എന്താക്കും, നീ ദീന് കാട്ടിയാൽ, അതൊക്കെ അഹമ്മദ് ബിൻ തങ്ങളെ ആ കാമിൽ സലാത്തിനുള്ള പേര് അഹമ്മദ് ബിൻ ഇദ്രീസ് അൽ ഗൗസ് അൽ ലഹീർ. പിന്നെ വൽ വാരിസിലെ അസ്റാർ എന്നിട്ട് ഹുസൈൻ ബിൻ എൻ്റെ പറ ബക്കരിയൽ മുനീർ. അവർ ശേഷമാണ് ആര്, ഉമറുള്ളർക്ക. ഉമറുള്ളൊക്കെ ഫാത്തിപ്പം നിർച്ചില്ലാനും കൊല്ലായി, 100 കൊല്ലം ഈ കേഞ്ഞിലേക്ക് പൂർത്തി. 1344 മൂന്നും കണ്ടില്ല, ഉപ്പ ചെറുപ്പത്തിൽ കണ്ട പറഞ്ഞു. കുന്ത മുഖത്തധികം ബിൽ കിതാബി വസുന്ന, നീ കിതാബും സുന്നത്തും അനുസരിച്ച് പ്രവർത്തിച്ചവനാകും ദീന് ചെയ്താൽ. വമാ അലൈക അല്ലാ യൻഫ അംറുക ഔ നഹ്യുക, നിന്റെ അമ്രോ നഹിയോ ഉപകാരപ്പെട്ടിട്ടില്ലെങ്കിലും നിനക്ക് ആക്ഷേപമില്ല. നീ ചെയ്യേണ്ട കാര്യം അതിൻ്റെ മുറപ്രകാരം ചെയ്തു. ഫൈനൽ മൗഇദത കർരീഹി, ഈ ബഅദ് എന്നുള്ളത് കാറ്റ് പോലെയാണ്. തജ്മഉ ബൈനൽ ലിദ്ദൈനി, 2 ലിദ്ദിൻ്റെ ഇടയിൽ ഒരുമിച്ച് കൂട്ടും. എന്തുകൊണ്ട്, തീ കെടുത്താനും പറ്റും, തീ ആളി കത്തിക്കാനും പറ്റും. അതാ തുത്ഫിഉ വ തുഅജ്ജിജു, തുത്ഫി എന്ന് പറഞ്ഞാൽ തീ കെടുത്തുകയും ചെയ്യും, വ തുഅജ്ജിജു ആളി കത്തിക്കുകയും ചെയ്യും. കാറ്റടിച്ചപ്പോൾ തീ വ്യാപിക്കും, ചിലപ്പോൾ കാറ്റടിച്ചാൽ എന്താക്കും, തീ കെടുകയും ചെയ്യും.
قال الله تعالى وإذا ما أنزلت سورة فمنهم من يقول أيكم زادته هذه إيمانا. ഒരു സൂറത്ത് ഖുർആനിൽ ഇറക്കപ്പെട്ടാൽ ചിലർ ചോദിക്കും ഇതാരിക്കാണ് ഈമാൻ വർദ്ധിച്ചത്, ഈ സൂറത്ത് ഇറങ്ങിയത് കൊണ്ട് ആർക്കാ ഈമാൻ വർദ്ധിച്ചത്? അപ്പോൾ അല്ലാഹ് പറയുന്നത് ഫഅമ്മല്ലദീന ആമനു ഫസാദത്തുഹും ഈമാനൻ വഹും യസ്തബ്ശിറൂൻ. മുഅ്മിനീങ്ങളായ ആളുകളുണ്ട്, അവർക്ക് ഈമാൻ എന്താക്കും? വർദ്ധിപ്പിക്കും. അവർ ഈമാൻ ആളിക്കത്തിക്കാൻ പറ്റി, അവരാണെങ്കിലോ ഈമാൻ്റെ ആ സന്തോഷത്തിൽ കഴിയുന്നു. വഅമ്മല്ലദീന ഫീ ഖുലൂബിഹിം മറദുൻ, ആ രണ്ടാമത്തെ വിഭാഗം, കൽബിൽ മറദുള്ള വിഭാഗത്തിനോ ഫസാദത്തുഹും രജിസൻ ഇലാ റിജ്സിഹിം വമാതു വഹും കാഫിറൂൻ. അപ്പോൾ സൂറത്ത് കൊണ്ട് രണ്ട് തരമായി. കൽബിൽ മറന്നുള്ള കൂട്ടരുണ്ട്, കൽബിൽ ഈമാനുള്ള കൂട്ടരുണ്ട്. അവർക്ക് ഉപകാരത്തിനായി മറന്നുള്ള കൂട്ടർക്കോ ഓരോ രജിസിൻ്റെ മേലെ രജിസ് വർദ്ധിക്കുകയും ചെയ്തു. ഇൻതഹ അര കലാമ് അഹമ്മദ് ബിൻ ഇദ്രീസ് ഇമാമിൻ്റെ കലാമ് കഴിഞ്ഞു. വമിൻ കലാമി സയ്യിദിന ഇമാമി ഐദറൂസ് ബിൻ ഉമർ അൽ ഹബിസി റളിയല്ലാഹു അൻഹുവിൻ്റെ കലാമിൽപ്പെട്ടതാണ് ലാ യംബഗി ലിമുഅല്ലിമിൻ നാസിൽ ഖൈറ. ജനങ്ങൾക്ക് ഖൈറ് പറഞ്ഞു കൊടുക്കുന്ന പഠിപ്പിക്കുന്ന ആൾക്ക് പറ്റാത്തതാണ് എന്ത്? അൽ ഉനുഫു ഫിൽ അംരി വന്നഹി, കൽപ്പനയിലും വിരോധിക്കുന്ന വിഷയത്തിലും കടുപ്പം കൂട്ടലും. ഉൻഫു എന്ന് പറഞ്ഞാൽ ഒരാളെ ബലവെക്കാണ്ട് കർശനം എന്നറിയാം. വലാ യുഖസ്സിസു അഹദൻ ദൂന അഹദിൻ, ഒരാളോട് തസ്തീസാക്കാതെ വേറൊരാൾ തസ്തീസാക്കല് അതും വേണ്ട, വിവേചനം വേണ്ട. ബൽ യഉമ്മുഹും, എല്ലാവരോടും പറയണം, എല്ലാവർക്കും ബാധകമാണത്. പിന്നെ വയുദ്ഖിലു നഫ്സഹു ഫിൽ ഖിതാബി, ഇവൻ്റെ സ്വന്തം നഫ്സിനെ എന്താക്കണം? ആ മുഖാത്തബങ്ങളിൽ പെടുത്തണം. അതല്ലേ വയ്യായ വിത്തക്കമുള്ള ഫിൽ ഖിതാബി ബിൽ അംരി വന്നഹി. മനസ്സിലാകുന്നില്ല? ഇപ്പോൾ അമ്രു നഹിൻ്റെ വിഷയത്തിൽ മുഖാത്തബങ്ങളെ കൂട്ടത്തിൽ ഇവനാദ്യം പെടുത്തണം. എന്നിട്ടോ കമാ ഫഅല മുഅ്മിനു ആലി യാസീൻ, ഒരു ചരിത്രമല്ലേ, മിൻ അഖ്സൽ മദീനത്ത് റജുലുൻ യസ്ആ, ആലു യാസീൻ. അതിൽ ചരിത്രത്തിൽ എന്താ? ഫീ ഖൗലി വമാ ലിയ ലാ അഅ്ബുദു അല്ലദീ ഫതറനി വഇലൈഹി തുർജഊൻ എന്നാ മൂപ്പർ പറഞ്ഞത്. എനിക്കെന്താണ് എന്നെ പടച്ച റബ്ബിനെ ആരാധിക്കാത്തത് എന്ന്. ഞാൻ ആരാധിക്കുന്ന ആള് നിങ്ങെന്താ ആരാധിക്കാത്തത് എന്നല്ല ചോദിച്ചത്. സ്വന്തം നഫ്സിനെ നോക്കിയിട്ടാണ് ഞാനെന്താ ഇപ്പം അള്ളാഹ് ആരാധിക്കാത്ത? അതൊരു ശൈലിയാണ്. വഹുവ യഅ്ബുദുല്ലദീ ഫതറ, യഥാർത്ഥത്തിൽ അവരെ പടച്ച റബ്ബിനെ ആരാധിക്കുന്ന ആളാന്നൂറ്. അതെ. വഇന്നമാ അറാദ അൻ യതലത്തഫ മഅൽ മുഖാതബീന, മുഖാതബീങ്ങളോട് എന്താക്കണം? മൂപ്പർ ഒരു നയം സ്വീകരിച്ചതാണ്. തലത്തുഫ് ബി തഅബീർ, ആ ഇബാറത്തിടലുകൊണ്ട്. എന്നിട്ടോ വയതനസ്സല മഅഹും, അവരോടൊപ്പം ഇറങ്ങി. അതാ നിങ്ങളെപ്പോലെ ഇബാദത്ത് എടുക്കാത്ത ആളുകൾ എന്നുള്ള നിലക്കാന്ന് അവർ സംസാരിക്കുന്നു. ഹത്താ യുദ്ഇനൂ ലഹു വയഖ്ബലൂ നുസ്ഹഹു, എന്നിട്ട് വേണം ആ കേൾക്കുന്ന ജനങ്ങൾ ഇതനുസരിക്കാനും അവരുടെ നുസ്ഹ സ്വീകരിക്കാനും. ഫലൗ ഖാല ലഹു അമാലക്കും ലാ തഫ്അല, എന്താ നിങ്ങൾ ഇബാദത്ത് എടുക്കാത്തതെന്ന് പറഞ്ഞിരുന്നെങ്കിൽ പോയി പണി നോക്കണം എന്ന് പറഞ്ഞു. ഇങ്ങോട്ടാവും കഥ. വല തത്റുക്കൂന കഥ, എന്താ നിങ്ങൾ ചെയ്യാത്തത്, എന്താ ഇന്ന കാര്യം ഉപേക്ഷിക്കാത്തത്? അങ്ങനെ പറഞ്ഞാൽ ലറുബ്ബമാ നഫറത് നുഫൂസുഹും വഅഅറദു, അവരുടെ നഫ്സുകൾ എന്താക്കും? അകന്നു പോയിട്ട് എന്നോട് വെറുപ്പ് കാട്ടിച്ചു. ഇപ്പിക്കാലത്ത് എന്ന് പറഞ്ഞാൽ പഠിക്കേണ്ട കാര്യമാണ്. പ്രത്യേകിച്ച് സംഘടനക്കാർ ആക്ഷേപിക്കലും കെരുതേക്കലും മാത്രം ലക്ഷ്യാക്കാൻ പാടില്ല. വഖദ് ഖീല ഇന്ന ബഅദൽ മുദക്കിരീന, തദ്കീർ ചെയ്യുന്ന ചിലർ മിമ്മല്ലാ യുഹ്സിൻ, അദ്ദേഹത്തിനാണോ തദ്കീർ അറിഞ്ഞൂടാ, അറിയാത്ത പണിക്ക് നിന്ന് സൈദ മിമ്പറൻ, മിമ്പറിൽ കയറി. ഇതിനാൽ യുദക്കിറന്നാസ, ജനങ്ങളോട് ഉറുതി പറയാനേ, വസ്തസന്നാസ, ജനങ്ങളോട് എല്ലാവരും ശ്രദ്ധിക്കണം, അടങ്ങിയിരിക്കണം എന്നൊക്കെ പറഞ്ഞ്. വഖാല ഇസ്മഉ യാ ബഖറു, പശുക്കളെ കേട്ടോളൂ എന്ന് പറഞ്ഞു. ഫഖാലൂല, അപ്പോൾ ജനങ്ങൾ പറഞ്ഞു കുൽ യാ സൗറു എന്ന് പറഞ്ഞു. പശു എന്ന് പറഞ്ഞാൽ പറഞ്ഞു സൗറു എന്ന് വിളിച്ചോന്ന് പറഞ്ഞു. അപ്പോൾ സംഗതി ഉണ്ട. വഖാല നഫഅനല്ലാഹു ബിഹി, അതാ മുമ്പത്തെ കാല ഐദറൂസ് ബിൻ ഉമർ അൽ ഹബിസി റളിയല്ലാഹു അൻഹു.
ഇന്ന മിൻ ആദത്തി അഹ്ലിൽ ബൈത്തിൻ നബവി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അഹ്ലു ബൈത്തിൻ്റെ ആദത്തിൽപ്പെട്ടതാണ് അല്ലാ തകൂന മുദാക്കറതുഹും മഹല തർഹീബിൻ, അവരുടെ മുദാക്കറ വെറും പേടിപ്പിച്ചറിയിക്കലല്ല. ശിക്ഷയുണ്ട് എന്ന് മാത്രമല്ല, അതിന് കൂലിയുണ്ടെന്നുള്ള മറുവശം പറഞ്ഞു കൊടുക്കണം. രണ്ടും വേണം. അപ്പം ഫലാബുദ്ദ മിൻ അൻയകൂന ഫിഹാ തർഗീബുൻ വ തബ്ശീറുൻ, സന്തോഷ വാർത്ത അറിയിക്കലും ഒരു കാര്യത്തിലേക്ക് പ്രേരിപ്പിക്കലും കൂടി വേണം. അപ്പം ബഷീർ നദീർ രണ്ടുണ്ട്. വക്കാന യഖൂലു ഇന്ന മിൻ അൻഫഇൽ മുദാക്കറത്തി ഫീ സമാനിനാ ഹാദാ, നമ്മുടെ ഈ കാലത്തുള്ള മുദാക്കറയിൽ ഏറ്റവും ഫലപ്രദമാണ് അൻ തകൂന ഫീ സിയറി സലഫി, സലഫുസ് സാലിഹീങ്ങളെ സീറുണ്ടല്ലോ അതിലായിരിക്കുക. ഇന്ന ഇമാം ഇങ്ങനെ ചെയ്തു, ഇന്ന ഇമാം ഇങ്ങനെ ഓറക്കണ്ടില്ല. അവലേക്കന്മാരുടെ ചരിത്രമെടുത്തിട്ട് ഓരോ ജീവിതം അങ്ങനെ തന്നെ വ്യാഖ്യാനിച്ചോണം. അപ്പോൾ സഹാബത്താണ് അതിലേറ്റവും മുന്തിയത്. ഔലിയാക്കളുണ്ട്, ഹൗസുലാലമുണ്ട്, ടിഫാ ഷെയ്ഖുണ്ട്, പിന്നെ ഖാജാ തങ്ങളുണ്ട്, അങ്ങനെ ഒട്ടേറാളുണ്ട്. അതാണ് ഈ കാലത്ത് ഏറ്റവും ഫലപ്രദം. വദക്കിരിൽ ആല, അതുപോലെ അള്ളാഹു താല ചെയ്തു തന്ന അനുഗ്രഹങ്ങൾ എടുത്തു പറഞ്ഞു കൊടുക്കുക. കണ്ണു തന്നില്ലേ, കാല് തന്നില്ലേ, അതെങ്ങാനും ഇല്ലെങ്കിൽ അതിനൊരു വേദന പറ്റിയാൽ ഞാൻ എന്തായിരിക്കും നടത്തം, നമുക്കൊരു പല്ല് വേദന വന്നാൽ അത് തിന്നാൻ കഴിയുന്നു, അങ്ങനെ അങ്ങോട്ട് പറയാം. ഫന്ന ദിക്ർ അലാ ഇല്ലാഹി വ നിഅമിഹി, അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളും അവൻ്റെ നിഅമത്തുകളും പറഞ്ഞു കൊടുത്താൽ യഹ്മിലുഹും അല ശുക്രി ലഹു തആല, അള്ളാഹു തആലാക്ക് ശുക്ർ ചെയ്യാൻ വേണ്ടി അവരെ പ്രേരിപ്പിക്കുന്നതാണ്. വദക്കിറ സിയറി സലഫി, സലഫു സാലിഹീങ്ങളെ സീറ പറയലോ യഹ്മിലുഹും അല ഇത്തിബാഇഹിം വഖ്ലിത്തായിബിഹിം, അവരെ പോലെയാകണമായിരുന്നു, അവരെ പോലെ പ്രവർത്തിക്കണമായിരുന്നു എന്നെന്താക്കും പ്രേരിപ്പിക്കും. കാരണം പൊതുവെ മോമിനീങ്ങൾക്ക് അവരോട് മഹബത്ത ഉണ്ടാകില്ല. ഇൻതഹ കഴിഞ്ഞ് വഖാല സയ്യിദുനാ ഖുതുബുൽ ഇർശാദ് അൽ ഹബീബ് അബ്ദുല്ലാഹി ബിൻ അലവി അൽ ഹദ്ദാദ് റളിയല്ലാഹു അൻഹു വറല്ലാഹു അൻഹു മുബറ പറയുന്നത് ഖുദ് മാ അഹ്ലി സമാനി ബിസ്ഫ്ഖി മാ അംകനക, ഈ കാലഘട്ടത്തിൽ ഇവരോട് എന്താക്കണം, റിഫ്ഖ് കൊണ്ട് മുറുകെ പിടിച്ചു കൊള്ളണം, എനിക്ക് എത്രത്തോളം കഴിയുമ്പോൾ അത്രത്തോളം. വലാ തുശദ്ദിദ് അലൈഹിം, അവരമ്മിൽ കടുപ്പം കാണിക്കരുത്. കാരണം ഫഇന്ന ഹിബാലഹും റാമ്മത്തുൻ, അവരെ കയറി പിരിയഞ്ഞതാണ്, വേഗം പൊട്ടിപ്പോകും. വമാ കുന്ത തുഅല്ലിമുഹു അഹദഹും ഫീ യൗമിൻ, ഒരു ദിവസം പഠിപ്പിക്കാൻ ഉദ്ദേശിച്ച കാര്യം എന്താക്കണം, ഇജാൽ ഫീ സലാസത, 3 ദിവസത്തിലേക്ക് വഹിച്ചു വെക്കണം. 3 ദിവസം കൊണ്ട് പഠിപ്പിച്ചാൽ മതി. എന്താ കുറേശ്ശം പഠിപ്പിച്ചിട്ട് ലെവലാക്കണം. കാരണം ലിയന്ന ഖുലൂബഹും മായിലത്തുൻ, അവരെ കൽബ് എന്താ മായില, എതിലോ ചാഞ്ഞിട്ടാണ് ഉള്ളത്, ആ കൽബിനെ തിരിച്ചുകൊണ്ടേ. ഇനി ഔകാല മുൻസരിഫത്തുൻ, അല്ല അത് പിരിഞ്ഞു പോകുന്നത്, രണ്ടും മാനൊന്ന് തന്നെ. വഖുസൂസനസിയ, പ്രത്യേകിച്ച് ചെറുപ്പക്കാരോട് മാ മഅക മിൻഹും ഇല്ല തർഖുവതു വല്ലതുഫു ബിഹിം വൽരിഫ്ഖു, അപ്പോൾ അവരുമായിട്ട് നിനക്കില്ല തർക്കുബത്ത് എന്ന് പറഞ്ഞാൽ സൗമ്യമായിട്ട് ആ കാര്യം ഏത് രീതിയിൽ പറഞ്ഞാൽ അതൊന്ന് പറയാൻ പഠിക്കലുണ്ട്. അത് വല്ലുത്തുഫും ബിഹിം വൽരിഫ്ഖു, ഇതേ നിൻ്റെ ബാധ്യതയുള്ളൂ. വമിസാലു അഹ്ലിസ്സമാൻ, ഈ കാലഘട്ടത്തിലുള്ളവരുടെ മിസാൽ എന്താ, കൽബഈരി ഷാരിദി, മോട്ട് കാട്ടുന്ന അല്ലെങ്കിൽ പിടുത്തത്തിൽ ഒതുങ്ങാത്ത ഒട്ടകത്തിൻ്റെ മാതിരിയാണ്. അതിനടിച്ചാൽ എന്താക്കാൻ കഴിഞ്ഞാൽ ആവൂലാണ്. ഫലാ തദ്രിബുഹു ഫതസീദുഹു ശുറൂദൻ, അടിച്ചാൽ എന്താകും, അതെൻ്റെ വഴിക്ക് പോകും. وقال سيدنا الإمام عبد الله بن حسين بن طاهر نفعنا الله تعالى പറയുന്നു ينبغي لمن أمر بمعروف أو نهى عن منكر, ഒരു മഅറൂഫായ കാര്യം കൊണ്ട് കൽപ്പിക്കുന്ന ഒരാൾ അല്ലെങ്കിൽ മുൻകറായ കാര്യം വിരോധിക്കുന്ന ഒരാൾ അൻ യകൂന ബിറിഫ്ഖിൻ വശഫഖത്തിൻ അലൽ ഖൽഖി, നല്ല റിഫ്ഖോട് കൂടിയാവണം, പഠിപ്പുകളോട് കാരുണ്യത്തോടു കൂടിയാവണം. യഖ്ദുഹും ബിത്തദ്രീജ്, എന്തുണ്ടാകണം, പടിപടിയായി ഉയർത്തുക. കുറേ ഉണ്ടെങ്കിൽ ആദ്യം പ്രധാനപ്പെട്ട കാര്യം എന്താണോ അത് മാത്രം ഇങ്ങോട്ട് പറഞ്ഞു. ഫൈദാ റആഹും താരിക്കന ലിയസിയ, അതിൻ്റെ ബയാനാ പറയുന്നത്. ഈ തദ്രീജിൻ്റെ ബയാനാണ് ഇട്ടിട്ട് പറയുന്നത്. ഫൈദ എന്താ, പല വാജിബായ കുറേ കാര്യങ്ങൾ ഉപേക്ഷിക്കുന്ന കാണുന്നുണ്ട്. എന്നാൽ ആദ്യം പ്രാധാന്യമുള്ള ഏതാണോ അതാണ് ഫൽ യഅ്മുറുഹും ബിൽ അഹമ്മി, ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നതിന് എന്താക്കണം പറഞ്ഞു കൊടുക്കുക. സ്വൽ അഹമ്മി, പിന്നെ പ്രാധാന്യക്രമം, അങ്ങനെ അതാ തദ്രീജ്.
ഫഇദാ ഫഅലൂ മാ അമറഹും ബിഹി, ആ കൽപ്പിക്കപ്പെട്ട കാര്യം കൊണ്ട് അവർ അനുസരിച്ച് ചെയ്താൽ ഇൻതഖല ഇലാ ഗൈരിഹി, അടുത്തതിലേക്ക് കടക്കുക. വ അമറഹും അവരോട് കൽപ്പിക്കുക, ഖവ്വഫഹും അവരെ പേടിപ്പിക്കുകയും വേണം, ഖൗഫുണ്ടാക്കണം, പക്ഷെ ബിരിഫ്ഖിൻ കൂടി ആവണം, ഓ ശഫഖത്തോടു കൂടി. മാ അദ്മിൻ നദ്രി മിൻഹു, നീ നോക്കാൻ പാടില്ല ലിമദ്ഹിഹിം വദമ്മിഹിം, അവർ ആക്ഷേപിക്കുമോ മദ്ഹ് പറയുമോ എന്നത് നോക്കിയേ വേണ്ട. വഅതാഹിം വമൻഹിം, ഓർ നൽകുമോ നൽകാതിരിക്കുമോ അത് നോക്കണ്ട. കുറേ എന്തൊക്കെയോ നല്ലോ അല്ല ഒന്നും തരാണ്ടെന്ന് നോക്കോ, ഒന്നും നോക്കണ്ട. വ ഇല്ല, അങ്ങനെ ചെയ്യാത്ത പക്ഷം വക്കാത്തേത് അവരെ നെതറും മധുഹും ദമ്മും എല്ലാം പരിഗണിച്ചാൽ വക്കാത്തിൽ മുദാഹന, അതിനാണ് മുദാഹനത്ത് എന്ന് പറയുന്നത്. മുദാഹനത്ത് എന്നാൽ സ്റ്റോപ്പിടൽ, മുദാറാത്ത് വേണം, മുദാഹനത്ത് പാടില്ല. കാഴ്ചയ്ക്ക് രണ്ടും ഒരുപോലെ തോന്നും. വക്കത ഇതർത്ഥ, അതെന്തിൻ്റെ ബാക്കി? ഫൈദാറാഹും താരിക്കീനലി അഷിയാണ് ഒന്നാമത് പറഞ്ഞത്. ഇനി ഇതർത്ഥക്കബു മൻഹിയാത്തിൻ കസീറ, വിരോധിക്കപ്പെട്ട കാര്യങ്ങൾ ധാരാളം ചെയ്യുന്നുണ്ട്, എന്നാലോ വലം യൻതഹു ബിനഹ്യിഹി അൻഹാ കുല്ലിഹാ, അത് മുഴുവനും വിരോധിച്ചാൽ എന്താവില്ല, ചിലപ്പോൾ അവസാനിക്കില്ല. അങ്ങനെ വന്നാൽ ഫൽ യുകല്ലിമുഹും ഫീ ബഅദിഹാ, ആദ്യം ഒരു ബഅദിൽ സംസാരിക്കുക പറഞ്ഞത്, ഹത്താ യൻതഹു, അത് അവസാനിക്കട്ടെ. അതിലൊന്നും പ്രാധാന്യക്രമം നോക്കണം. ഏറ്റവും ചീത്തയായതും മോശമായതും ആദ്യം എടുത്ത് പറയും. സുമ്മ യതകല്ലമു ഫീ ബഅദിഹാ, പിന്നെ ചിലത് സംസാരിച്ചിട്ട് ഹത്താ യൻതഹു, അത് അവസാനിക്കട്ടെ. സുമ്മ യതകല്ലമു ഫീ ഗൈരിഹാ, പിന്നെ മറ്റൊന്നിൽ സംസാരിക്കുക. വഹകദാ തർത്തീബ്, തദ്രീജായി. ഇൻതഹ മിൻ മജ്മുഇ കലാമിഹിൽ മൻസൂർ, മൂപ്പർ പലയിടത്തും പറഞ്ഞ കലാം ഒരുമിച്ച് കൂട്ടിയതാണ്. ഈ വായ്മൊഴികൾ വരമൊഴിയാക്കലില്ലേ, ഇനി ഒന്നും കൂടെ നോക്കിയിട്ട് ഇന്ന് മതിയാക്കാം, പറ്റത്തിരൂല. ഇനി അദ്ദഅവതു ബിത്തർഗീബി വത്തശ്വീഖ്, ആഗ്രഹം വെപ്പിക്കണം. ഫളായിലുകൾ പറഞ്ഞിട്ടും മറ്റൊക്കെ ഷൗക്ക് വെച്ചു അത് നമുക്കാകുന്ന കാര്യമാണെന്നുള്ളതിലേക്ക് എത്തിക്കണം. വഖാല സയ്യിദുനൽ ഇമാമു അഹ്മദ് ബിൻ ഹസൻ അൽ-അത്താസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, തശ്വീഖ് ഷൗക്ക് ഉണ്ടാക്കൽ ചെയ്യണമായിരുന്നു എന്ന് ഷൗക്ക് ഉണ്ടാക്കും. വദ്ദഅവതു ഇലല്ലാഹി തആല, അള്ളാഹുവിലേക്ക് ക്ഷണിക്കൽ അല്യോമ ഈ കാലഘട്ടത്തിൽ ബിത്തശ്വീഖി, ഷൗക്ക് വപ്പിക്കലുകൊണ്ടാണ് ഔലാ. വത്തഖ്വീഫു ലാ യകൂനു ഇല്ലാ ലിമൻ ഫീ ഖൽബിഹി ഖശിയത്തുൻ വഖൗഫുൻ മിനല്ലാഹി തആല, ഇപ്പം തന്നെ അദ്ദേഹത്തിന് അള്ളാഹിനെ പറ്റിയുള്ള ഖശിയത്തും ഖൗഫും ഉള്ളാക്കിയേ തഖ്വീഫ് കൊണ്ട് പറഞ്ഞാൽ നടക്കുള്ളൂ. അതിവിടെ ഇല്ല. ഖാലല്ലാഹു തആല സയദ്ദക്കറു മൻ യഖ്ശാ, ഖശിയത്ത് ഉള്ളവർക്കാണ് സയദ്ദക്കറു എന്ന് പറഞ്ഞത്. അപ്പം വദ്ദുആ ബിത്തഖ്വീഫി വസ്സജ്രി മദ്ഹബുൽ മുഅ്തസില, പേടിപ്പിച്ചിട്ട് എന്താക്കുക, ആളെ ഞെട്ടിച്ചിട്ടെല്ലാം കൂടെ ഇതാക്കലും സജ്റും, അത് മുഅ്തസിലിയാക്കളുടെ മദ്ഹബാണ്. ലാ മദ്ഹബു ദുആത്തി ഇലല്ലാഹി തആല, അള്ളാഹുവിലേക്ക് ക്ഷണിക്കുന്ന ദാഇകളുടെ മദ്ഹബല്ല. ദാഇന് ജമ്മാണ് ഇത് ദുആത്ത്. ഇല്ലാ ഫീ ബഅദിൽ മവാത്ത്, ചില പ്രത്യേക സാഹചര്യത്തിലൊഴികെ, പ്രത്യേക സാഹചര്യത്തിൽ തഖ്വീഫ് വേണ്ടി വരും. വമാ ദുക്കിറൽ ഇഖാബു ഫിൽ ഖുർആനി, ഖുർആനിൽ അല്ലാഹു തആല ഇഖാബ് പറഞ്ഞിട്ടില്ല. ഇല്ലാ വഅർതഫഹു സവാബ, ഉടനെ സവാബ് പറയും. അതിന് ഒരു തിരുത്തു കൊടുക്കും, ഇല്ലല്ലദീന ആമനു, ഉടനെ തൗബ. വബില്ലക്സ്, ഇനി തിരിച്ചും വെക്കും. എവിടെ ഈ സവാബ് പറഞ്ഞാൽ എന്താക്കും, ഇതിന് ഓപ്പോസിറ്റിനെ എടുത്തും പറഞ്ഞു, രണ്ടും. ഔ കമാ ഖാൽ വഖാല നഫഅന അല്ലാഹു ബിഹി, ആര് പറയുന്നു? അഹ്മദ് ബിൻ ഹസൻ അത്താസ്. ഉദ്ഉ ഇലല്ലാഹി തആല ബിൽ ഹിക്മത്തി വൽ മൗഇലത്തിൽ ഹസന, കേട്ടോ, ഹിക്മത്ത് ഉപയോഗിച്ച് നല്ല വാദം ഉപയോഗിച്ചുകൊണ്ട് അള്ളാഹുവിലേക്ക് ക്ഷണിക്കണം. ഇത് ഖുർആൻ ആയത്താന്നല്ലോ. അതെ. വഹാദൽ വഖത്തു, എന്നാൽ ഈ കാലമോ വഖത്തു തബ്ശീരിൻ, സന്തോഷ വാർത്ത അറിയിച്ചുകൊണ്ട് ഇങ്ങനെ പ്രേരിപ്പിക്കേണ്ട കാലമാണ്. ലാ വഖ്തു തംഫീർ, ആളെ പിന്നോട്ടടുപ്പിക്കേണ്ട കാലമല്ല. അത് കാലം നോക്കിയിട്ട് പണിയെടുക്കണം. ഇദാ നസഹത അഹദൻ ഔ വഅൽതഹു, നീ ആരോടെങ്കിലും മുസ്തഹോ വാദോ പറയുകയാണെങ്കിൽ ഫക്കുൽ
ഇദാ അഖബൽത ഇലല്ലാഹി ഫസയുഅതീക കദാ, നീ എങ്ങാനും അള്ളാഹിലേക്ക് മുന്നിട്ടുവെങ്കിൽ നിനക്ക് എന്തെല്ലാം കിട്ടുമെന്നറിയാം. നീ ഏത് മർത്തബയിലെത്തും, അതിൻ്റെ ലക്ഷണങ്ങളൊക്കെ നിങ്ങൾ കാണുന്നുണ്ടല്ലോ എന്ന് എന്താക്കണം. നീ പഠിക്കാൻ പറ്റണം, നീ വലിയ ബുദ്ധിമാനാണ്. വസയഖൗലക മിനൽ ഖൈരി കദാ, ഖൈറനാൽ ഇന്നതൊക്കെ നിനക്ക് കരസ്ഥമാകും. അതാ വലാ തുഖവ്വിഫു അഹദൻ, നീ ആരെയും പഠിപ്പിക്കണ്ട. വഹുവ ളായിഉൻ ബൽ ഇസ്തജ്ലിബുഹു ബിർരിഫ്ഖി വത്തർഗീബ്, വെറുതെ പഠിപ്പിച്ചാൽ ചോരങ്ങൾ പോവും. പിന്നെന്താക്കണം, ജിഫ്കോട് കൂടെ മെല്ലനെ 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 എന്താക്കണം, പിടിച്ചു പിടിക്കണം, കുറേച്ചൻ. قال الله تعالى ولا تقعدوا بكل صراط توعدون وتصدون عن سبيل الله من آمن به وتبغونها عوجا. അതാണ് ലൂത്ത് അലൈഹി സ്വലാത്തു വസ്സലാം ജനങ്ങൾ ഉപദേശിച്ച ശൈലിയായി പറയുന്നു. വലാ തഖഉദു ബികുല്ലി സിറാത്തിൻ തൂഇദൂന, ജനങ്ങളെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് ഒരു മാർഗത്തിൽ നിങ്ങൾ ഇരിക്കാൻ പാടില്ല. വഴിപോക്കന്മാരൊക്കെ ശല്യപ്പെടുത്തിയിട്ട് എന്നിട്ടോ അള്ളാഹുവിൻ്റെ സബീലിനെ തൊട്ട് എന്താക്കും, മോമിനീങ്ങളെ തടുക്കുന്നു. അതും ചെയ്യണ്ട. ആ മോമിനീങ്ങൾ പോകുന്ന പാത വളഞ്ഞതാണ്, അത് അപകടകരമാണ് എന്നൊന്നും പറയണ്ട. അതാ ഫദക്കിർ ഇൻ നഫഅത്തി ദിക്റ ഐ ഫിൽ വഖ്തില്ലദീ യഖ്ബലൂനഹു ഫീഹി ദിക്റ, എന്നുവെച്ചാൽ ഇപ്പോൾ ഉപദേശിക്കുന്ന കണ്ടില്ലെങ്കിൽ എന്താക്കും, മറ്റൊരു അവസരത്തിൽ അത് വലിക്കും. എല്ലാ അവസരത്തും മനുഷ്യൻ്റെ കൽബ് ഒരുപോലെയല്ല. അതുകൊണ്ടല്ലേ ഇവർ പറയേ, ശനിയാഴ്ച മീനെ പിടിക്കാൻ പോയില്ലേ, എന്നിട്ട് ഒരു കൂട്ടർ പറഞ്ഞല്ല ലിമ തഅദൂന ഖൗമനില്ലാഹു മുഹ്ലികുഹും ഔ മുഅദ്ദിബുഹും അദാബൻ ശദീദ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഹലാക്കാക്കാനും കഠിനമായ അദാബ് ഇറക്കാനും തീരുമാനിക്കപ്പെട്ട എന്തിനാ എന്ന് പറയുന്നത്. ഖാലൂ മഅദിറത്തിൻ ഇലാ റബ്ബിക്കും, റബ്ബിനോട് നമുക്ക് ഉദ്റ് പറയാലോ, ഞങ്ങൾ ഉപദേശിച്ചിട്ടുണ്ട് എന്ന്. അതിനപ്പുറം എന്താ പറഞ്ഞത്, റബ്ബിക്കും വല അല്ലം. ഒരു പക്ഷേ മറ്റേ സമയത്ത് അവർ തള്ളിയിട്ടുണ്ടെങ്കിൽ ഈ ലോട്ടറി വിൽക്കുന്നതാണെന്നില്ലേ, ഇന്നാണ് എന്നിട്ട് ഭാഗ്യദേവത ഭാഗ്യം നിങ്ങൾക്ക് ഉണ്ടാവട്ടെ എന്ന് ദ്വാ ചെയ്തുകൊണ്ടാകട്ടെ എന്നെല്ലാം പറഞ്ഞിട്ടാണ് ടിക്കറ്റ് പിടിപ്പിക്കല്. ആടെ വന്ന് തുറന്നിരുന്ന ആരും വാങ്ങുന്നില്ല, അപ്പോൾ എന്നിട്ട് അടിച്ചു കുത്തിയിരുന്നാൽ ആരും വരില്ല. ഇന്നാണ് അടുത്തടക്കേ വിളിച്ചു വരണം. ആഘോഷം ഗീച്ചയിൽ പൈസ ഇങ്ങനെ ചാടണം. നിങ്ങൾ കടാക്ഷിക്കല ഭാഗ്യദേവത. വകാന സല്ലല്ലാഹു അലൈഹി വസല്ലം യതഖവ്വലുഹും ബിൽ മൗഇള, ഉപദേശിക്കലുകൊണ്ട് വാഴ പറയലുണ്ട് എന്താക്കും, അവരെ ആ സന്നദ്ധത എല്ലാം കണക്കിലെടുത്തിട്ടാണ്. ഇതാടാ പറയുന്നത്, അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് തങ്ങളല്ലേ ആഴ്ചക്ക് ഒരു ക്ലാസ് സംഘടിപ്പിക്കും. അപ്പം നിങ്ങളെ ക്ലാസ് വളരെ ഉഷാറാണ്, നമുക്ക് ദിവസമാക്കണമായിരുന്നു എന്ന് പറഞ്ഞു. അപ്പം പറഞ്ഞ് തങ്ങൾ ആക്കിയെന്ന് ശരി ഞാൻ സ്വീകരിക്കുന്നു, അല്ലെങ്കിൽ എന്താക്കുന്നു ദിവസമാകുമ്പോൾ ഒരൊറ്റ ക്ലാസ് ഇപ്പം വേറെ ഒന്നിനും നേരില്ല എന്നിട്ട് മടുപ്പുണ്ടാവും. ആഴ്ചക്ക് ഒരിക്കാൻ എന്താക്കുക, ഒരു അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഒരു ഉപയോഗപ്പെടുത്തിയാൽ വരാൻ ഒഴിവുണ്ടാവും. അവിടെയാണ് എന്താക്കിയ വക്കാന യതഖവ്വലുഹും ബിൽ മൗഇള, അവർ അവസരങ്ങളും അവരുടെ മനസ്സിൻ്റെ ഉന്മേഷവും സൗകര്യം എല്ലാം കണക്കിലെടുത്തിട്ട്. ഇനി വഇദാ റഅയ്ത മിൻഹും ഇറാദൻ, അവർക്ക് ഒരു അപഗണന കണ്ടു കഴിഞ്ഞാൽ ഫാംസി ഉടനെ ക്ലാസ് സമാപിച്ചോളണം. അപ്പോൾ ഇവിടെ സമാപിക്കേണ്ടെന്ന് ചോദിക്കുമോ, അതിവിടെ ഷർത്താന്ന് ഇറാദ് കണ്ടെങ്കിൽ എന്നല്ലേ. വലാ തകുൻ ഇൻദ മലലിഹിം സബബൻ ഫീ തക്ദീബിഹിം അല്ലാഹ വറസൂലഹു ഔ ഇറാദിഹിം അനില്ലാഹി വറസൂലിഹി. കണ്ടാ, അവരുടെ മലലി കാരണമാകാൻ പാടില്ല. അള്ളാഹുവിനെ കൊണ്ടും റസൂലിനെ കൊണ്ടും കളവാകാനോ അല്ല അള്ളാഹുവിനെ റസൂലിനെ തൊട്ടും അവഗണിക്കാനോ എന്താക്കാൻ പാടില്ല, അത് കാരണമാകാൻ പാടില്ല. قال الله تعالى ولا تسبوا الذين يدعون من دون الله فيسبوا الله عدوا بغير علم. അള്ളാഹുവിനെ കൂടാതെ ആരാധ്യരാക്കുന്ന ആരാധ്യ വസ്തുക്കളുണ്ടല്ലോ, അവർ നങ്ങി ചീത്ത വരണ്ടാന്ന് വെച്ചാൽ അവർ ആദരിക്കണമെന്നല്ല അർത്ഥം. ചീത്ത വന്നാൽ തിരിച്ചിങ്ങോട്ടും പറയാം. അപ്പം നിങ്ങളെ റബ്ബിനെ ചീത്ത വിളിപ്പിച്ചത് ഓറക്കൊണ്ടാന്ന് അവൻ നീ കാരണം കൊണ്ട് തുടങ്ങിക്കൊടുത്തു. ഒച്ചടുത്ത് പറഞ്ഞില്ലേ, വേറൊരാളെ ഉപ്പാനെയും ഉമ്മാനെ ചീത്ത പറയുമ്പോൾ തിരിച്ച് അപ്പം നിൻ്റെ മാപ്പനെ ചീത്ത പറയാൻ മോനെ കൊണ്ട് പറയിച്ചതല്ലേ. ആ ഉദാഹരണം ആ മൂപ്പനോടെ പറയുന്നു.
നീ അള്ളാഹിനെ കൊണ്ട് കളവാക്കിയിട്ടില്ല. കളവാക്കുന്ന രീതിയിലേക്ക് അവതരിപ്പിച്ചാൽ എന്താകും? കാരണക്കാരൻ നീയാകും. ഇൻത ഔ കമാ കാല. എവിടെയത്? ഓറെ വലിച്ചെടുക്കുക. ജലബ് എന്ന് പറഞ്ഞാൽ വലിക്കലല്ലേ, ഓരോ വശീകരിക്കുക എന്ന് പറയാം. ദിഫ്കോട് കൂടി തലകീബോട് കൂടി എന്താക്കണം, എല്ലാം വലിച്ചെടുക്കണം. അതിനുശേഷം നമ്മൾ മഹമൂദിലൊക്കെ പഠിക്കാം, നല്ല രസമാണ് അത് കാണുമ്പോൾ. അന്ന് എനിക്ക് ദേഷ്യം പിടിച്ചിട്ട് കട്ടലെടുത്തിട്ട് ഇവൻ ഈ ബാക്കിയാക്കാൻ ഇവിടെ വന്നിട്ട് ഞാൻ എന്താക്കി, നീ ആടിരിയുടെ അബ്ദുൽ ബാരീസ് ആടിരി ഒന്ന് തുടങ്ങിയാൽ അതിന് എണിച്ച് പഞ്ഞക്കല. ആടാണ് ചങ്ങനെ കിട്ടീനി ഒരു മുത്തക്കബിലും ജബ്ബാറിനെ. മൂപ്പറങ്ങ് പറഞ്ഞിങ്ങനെ ഉണ്ടാക്കുമ്പോൾ ഇവൻ്റെ വിഷയം കേൾക്കാൻ നമ്മൾ നിൽക്കുന്നുണ്ട്. നീ ഇങ്ങനെ നായാ പരമ്പ നീ ആടിയില്ലേ. ആ കുദ്രോളി അയാളെന്താക്കി, നിങ്ങളെല്ലാം നമ്മുടെ സംഘടനയിൽ പങ്കെടുത്തിട്ട് പ്രവർത്തിക്കണം, നിങ്ങളെല്ലാം നല്ല നമ്മൾ പെറ്റുന്നാളാന്നെല്ലാം പറഞ്ഞിട്ട് മൂപ്പറ അങ്ങോട്ട് ക്ഷണിച്ചതാണ്. മൂപ്പറ നല്ല ചിരിച്ചോണ്ടെന്താക്കി, അങ്ങനെയല്ലേ വേണ്ടെന്നെല്ലാം പറഞ്ഞു ഒക്കെ കൂടി. ഞാൻ ഭയങ്കര തീവ്രമാണ്. പിന്നെ നല്ലോണം പാകപ്പെടുത്തി 10 ശേഷമാണ്. ഇടത്തുനിന്ന് അവിടെ വെക്കണ ഒരു പേരും കൂടെ നോക്കിയാലോ. ഇനി അത്താരീദു ഫിൻ നുസ്ഹി ദൂന തസ്രീഹി. നുസ്ഹിൻ്റെ വിഷയത്തിൽ ഒരു വ്യക്തിൻ്റെ പേരെടുത്ത് പറയാൻ പാടില്ല. ഇന്ന ഫുലാനുണ്ട് എന്ന് പറഞ്ഞിട്ട് കാളം കെട്ടിയിട്ട് പറയലല്ല. നമ്മളിപ്പോൾ പ്രത്യേകം പറഞ്ഞാൽ ഞാൻ ഖുർആൻ്റെ ശൈലി ഏതാ, മാ ബാലു അഖ്വാമിൻ വമിനന്നാസി മൻ യഖൂലു. ഇന്ന വ്യക്തി ഉണ്ടെന്ന് പറയുമ്പോൾ അയാൾക്ക് ദേഷ്യം ഉണ്ടാക്കിയിട്ട് അയാൾ അവരും. വഫിൽ ഹദീസി കാനൻ നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാരും ഇദാ ബലഗഹു അനിർ റജുലി ഷൈഅൻ, ഒരു വ്യക്തിനെക്കുറിച്ച് എന്തെങ്കിലും ഒരു ആക്ഷേപകാരം വന്ന്, ലം യഖുൽ തങ്ങൾ പറയൂല മാ ബാലു ഫുലാൻ, ഇന്ന ഫുലാനിന് എന്തൊരവസ്ഥ എന്ന് ആ വ്യക്തിനെ പേരെടുത്ത് പറയില്ല. വലാകിൻ യഖൂലു മാ ബാലു അഖ്വാമി യഖൂലൂന കദാ വകദാ. അല്ല, ചില കൗമിയങ്ങളുണ്ട്, അവർ ഇന്നൊക്കെ പറയുന്നത് എന്താണ് ഓരവസ്ഥ, ഇങ്ങനെയൊക്കെ പറയുന്നു, പേരെടുത്ത് പറയൂല. അഖ്റജഹു അബൂ ദാവൂദ് അൻ ഹദീസ് ഉമ്മുൽ മുഅ്മിനീൻ ഖാല സയ്യിദുൽ ഇമാമു അഹ്മദ് ഇബ്നു സൈൻ അൽ ഹബിശി റളിയല്ലാഹു അൻഹു പറഞ്ഞു, അത്തഅലീദു ഫിൻ നുസ്ഹി ലി അഹ്ലിൽ ഫഹ്മി. കാരൻ തിരിയുന്നാക്ക് താരീദ് എമ്പാടും മതിയായതാണ്, പേരെടുത്ത് പറയുന്നതും വേണ്ട, ഓർക്ക് അന്നേരം പിടിയുള്ളൂ. നാഫിഉൻ ജിദ്ദൻ ദൂന തസ്രീഹിന കൂടാണ്ട്. തസ്രീഹ് പറഞ്ഞാൽ അത് നടക്കില്ല. അതെന്താക്കും, അത് ഓനിക്കാ ബാധകം അമ്മായി നോഞ്ഞാൽ വിചാരിക്കാം. മൊത്തത്തിൽ പറഞ്ഞാൽ ഞാനിത് പെട്ടിട്ടുണ്ടോ എന്ന് ഇവർ ഓരോരാളും അപറപറപ്പറ്റി ചിന്തിക്കുന്നു. വഫി താരീൽ ഫായിദത്തുൻ അലീമ. ഈ താരീലാക്കുന്നതിൽ വളരെ ഫായിദ ഉണ്ട്. വളരെ ആത്മാവിയോട് അങ്ങ് സങ്കല്പിച്ചിട്ട് ഇങ്ങനെ ഒരു പ്രസംഗം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടെ ഒരു ആചാരം അണിയിച്ചിട്ട് പറഞ്ഞ് അത് തുറന്ന് കാണിക്കണം. പിന്നെ ഞമ്മവിടെ പിന്നണിച്ചിട്ടുണ്ട്, അതിനെ തൊലിയൂരി കാണിക്കണം. ഞാൻ പറഞ്ഞു ഇവിടെ തൊലിയൂരൂല ആചാരെ, ഈ കോലത്തിലേ നടക്കുള്ളൂ. നിങ്ങൾ വേണമെങ്കിൽ താല്പര്യമില്ലെങ്കിൽ സദസ്സ് ഖാലിയാക്കാം, പോകാം. വഹുവ അന്നൻ നഫ്സ ഇദാ ഖൂബിലത് ബിൽ അംരി സരീഹി. നഫ്സിൻ്റെ സ്വഭാവം എന്താണെന്നറിയോ, സരീഹായ ഒരു കാര്യം കൊണ്ട് മുഖാബല ചെയ്താൽ യസ്കുലു അലൈഹൽ ഖിയാമു ബിഹി, അത് നടത്തിപ്പോരാൻ അത് പ്രയാസമാകും. വയസീദുഹ തകാസുരൻ, മടി വർദ്ധിപ്പിക്കുകയും ചെയ്യും. താരീലാക്കിയാലോ ഫീഹി തൻഷീത്തുല്ലഹ, നഫ്സിന ഒന്ന് ഉഷാറാക്കലുണ്ട്. വസ്തിർവ, നല്ല റാഹത്ത് കൊടുക്കലും ഉണ്ടാകും. അതുകൊണ്ട് ഫഹുവ അജ്ദറു ബിൽ ഖിയാമി വൽ ഇംതിസാലി ലിൽ അംർ, കാര്യത്തിന് അനുസരിക്കാനും അത് നിലനിൽക്കുവാനും അതാണ് കൂടുതൽ ബന്ധപ്പെട്ട കാര്യം. വഖാല തിൽമീദുഹുൽ ഇമാമു മുഹമ്മദ് ഇബ്നു സൈൻ ബിൻ സുബൈത്ത് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ആരാ മുമ്പ് പറഞ്ഞില്ലേ, അഹ്മദ് ഇബ്നു സൈനിൻ്റെ ശിഷ്യൻ
ഫി മനാഖിബി ഷൈഖിഹി, ഷൈഖിൻ്റെ മനാഖിബിൽ. ആരെ? ഷൈഖ് അഹ്മദ് ബിൻ സൈൻ്റെ. ഇന്നഹു കാന റളിയല്ലാഹു അൻഹു അക്സറു ദഅവതിഹി വ ഇൻകാരിൽ മുൻകറാത്തിൽ ഖാസത്തി ഇന്നമാഹു ബിത്തഅലീം. ഷൈഖിനെ പറ്റിയാണ് പറയുന്നത്. ഷൈഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ദഅവത്തുണ്ടല്ലോ, അതുപോലെ മുൻകറാത്തിനെ പ്രത്യേകം വിരോധിക്കുന്നതിലും താരീദ് കൊണ്ട് മാത്രമാണ്, തൽബീഹ് വൽ ഇഷാറത്തി വ തൽമീഹ് കൊണ്ട് മാത്രമാണ്. അല്ല ഒരു മൈന തന്നെ ഇത് താരീദ്, തൽബീഹ്, ഇഷാറത്ത്, തൽമീഹ്. വകാന അബ്ലഗ ഫിൽ വഅലി വ അൻജഹു ലി ബുലൂഗിൽ മത്ലൂബ്. കാര്യം നേടാനും വഅദ് ഫലിക്കാനും അത് വളരെ അബ്ലഗാണ്. മിനൽ മുസാദറത്തി വ തസ്രീഹ്, വ്യക്തിൻ്റെ പേരും പറഞ്ഞ് പരിപാടി എടുത്ത് വ്യക്തമാക്കി പറയുന്നതിനേക്കാൾ. കാരണം ലിഅന്നൻ നുഫൂസ ഇമ്മാ അൻ തകൂന കരീമത്തൻ, ഒരു നഫ്സ് ഒന്നെങ്കിൽ കരീമത്താകും. കരീമത്താണെങ്കിൽ ഫലാ തൻഖാദു ഇല്ലാ ബിൽ ലുത്ഫി വൽരിഫ്ഖി, ലുത്ഫ് കൊണ്ടും റിഫ്ഖ് കൊണ്ടും അല്ലാണ്ട് അത് കീഴ്പ്പെടൂല. വ ഇമ്മാ അൻ തകൂന ലഈമത്തൻ, കരീമത്തിൻ്റെ ഓപ്പോസിറ്റ് മോശമായ ലഈമത്താകാം. ഖദിസ്തകന്ന ഫീഹൽ കിബ്റു വൽറിയാസ, ജനങ്ങളുടെ അധികാരമോഹവും കീബറും അതിൻ്റെ ഉള്ളിൽ മറഞ്ഞു കിടക്കുന്നുണ്ട്. ചില നഫ്സ് ഉണ്ടാവും. ആരാടാ നൽകും മനുഷ്യൻ. ഫറുബ്ബമാ കാബലത്തി തസ്രീഹ ബിൽ ഇബാ, അപ്പോൾ തസ്രീഹിന് എന്താക്കും? ആ നഫ്സ് നേരിടലി പടാവും. ഇബാ നേരെ പറയാൻ. വറദ്ദി സരീഹ, അതുപോലെ സരീഹ റദ്ദും കിട്ടും, നേരെ എന്നെ ഉപദേശിക്കാൻ. കമാഹുവൽ ഗാലിബ് ഫീ തബഇ അഹ്ലി സമാൻ, ഈ കാലഘട്ടത്തിലുള്ള ഭൂരിപക്ഷം ആളുകളുടെ ആ പ്രത്യേകത നോക്കിയട്ടെ, ആ പ്രകൃതി അത് എനിക്ക് വ്യക്തമാക്കി തരും. ഫൈനൽ ഗാലിബ് അലൈഹിം അദമു ഖബൂലിൽ ഹഖ്, ഹക്കിനെ സ്വീകരിക്കാതിരിക്കലാണ് അവർ ഗാലിബുള്ളത്. വറദ്ദുഹു അലാ മൻ ജാഅ ബിഹി, ഹക്ക് ആരാണോ കൊണ്ടുവന്നത് അയാളെ തള്ളിമടക്കലുമാണ് ഈ കാലഘട്ടത്തിൽ കാണുക. അതുകൊണ്ട് ഫക്കാനൽ ഔല അൻ യകൂന ബിൽ ഇഷാറത്തി വത്തഅലീലി വത്തൽബീഹ് ഉണ്ടാവണമാണ് ഏറ്റവും നല്ലത്. അതുപോലെ കിതാബ് ഖുർറത്തുൽ എന്ന കിതാബാണ്. എന്നവിടെ വെക്കുക.